കൊല്ലും കൊലയുമായി ലഹരി സംഘങ്ങൾ, എവിടെയും കലാപാന്തരീക്ഷം. പോലീസിനെയും കൊലപ്പെടുത്തുന്ന നാടായി കേരളം മാറുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ലഹരിക്കടിമയായ ഒരു കൊടും കുറ്റവാളിയാണ്. തട്ടുകടയിലെ സംഘർഷം നിയന്ത്രിക്കാൻ എത്തിയപ്പോഴാണ് പോലീസുകാരൻ ശ്യാം പ്രസാദ് ചവിട്ടേറ്റ് മരിച്ചത്. പത്തനംതിട്ടയിൽ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന കാഴ്ച കണ്ടാൽ തന്നെ ഭയം തോന്നും. തെങ്ങമത്ത് മദ്യലഹരിയിൽ യുവാക്കൾ കടയിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതും, അടൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മദ്യം കുടിപ്പിച്ച് സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തതും കഴിഞ്ഞ രാത്രിയിലാണ്. മലയാളികളുടെ സ്വൈരജീവിതം തകർക്കുന്ന അക്രമികളെ ആര് നിയന്ത്രിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലെ സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാരൻ കൊല്ലപ്പെട്ടത് കൊട്ടേഷൻ ആക്രമണത്തിനിടെയാണോ? ഒരു പോലീസുകാരൻ്റെ ജീവന് പോലും സുരക്ഷിതത്വമില്ലാത്ത നാടായി കേരളം മാറുകയാണോ? ഏറ്റുമാനൂർ തള്ളകത്ത് തട്ടുകടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ടപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റ് മരിച്ചത്. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഒരു കൊടും കുറ്റവാളിയാണ്. സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 1 മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ തട്ടുകടയിലാണ് സംഘർഷമുണ്ടായത്. ഈ സമയം അവിടെ എത്തിയ ശ്യാം പ്രസാദിനോട് കടക്കാരൻ സഹായം തേടി. ഇതിലിടപെടുമ്പോഴാണ് അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെ അടിച്ചു വീഴ്ത്തിയത്. അടിയേറ്റ് നിലത്ത് വീണ ശ്യാമിന്റെ നെഞ്ചിൽ പലതവണ ചവിട്ടി. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. ശ്യാമിന്റെ വാരിയലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി. ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. റൌഡി ലിസ്റ്റിലുള്ള ജിബിനെതിരെ 7ഓളം കേസുകൾ നിലവിലുണ്ട്. തട്ടുകടക്കാർക്കിടയിലെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് ജിബിൻ സ്ഥലത്തെത്തിയതെന്ന് മൊഴിയുണ്ട്. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട്, NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്. അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൂസലില്ലാതെയായിരുന്നു പോലീസിനോട് ജിബിൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. ശ്യാം പ്രസാദിന്റെ മൃതദേഹം പോലീസ് ക്ലബിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം പ്രസാദ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പത്തനംതിട്ട അടൂരിൽ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. ഒരേ രാത്രി തന്നെ ഞെട്ടിപ്പിക്കുന്ന 2 സംഭവങ്ങൾ. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ബലമായി മദ്യം കുടിപ്പിക്കുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത് അടൂരിലാണ്. കുട്ടിയുടെ സഹോദരനുമായി ബന്ധപ്പെട്ട് സ്കൂളിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അതിക്രമത്തിന് കാരണമെന്ന് പിതാവ് ആരോപിച്ചു. അടൂർ തെങ്ങമത്ത് കടയിൽ കയറി യുവാക്കൾ മദ്യലഹരിയിൽ ആക്രമണം നടത്തിയതാണ് മറ്റൊരു സംഭവം. റോഡരികിലുണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് കൂട്ടത്തല്ലിലും അക്രമത്തിലും കലാശിച്ചത്. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രിയാണ് ഒരു സംഘം യുവാക്കൾ 12കാരനെ അടൂരിലെ വീട്ടിലെത്തി കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ച് അവശനാക്കിയ ശേഷമായിരുന്നു മർദ്ദനം. സഹോദരനായ +2 വിദ്യാർത്ഥിയും മറ്റു ചില വിദ്യാർത്ഥികളുമായി സ്കൂളിൽ നടന്ന പ്രശ്നങ്ങളാണ് 12കാരനെ മർദ്ദിക്കാൻ കാരണമെന്ന് പിതാവ് പറയുന്നു. ഇതുപോലെ എൻ്റെ മോനെ 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അവൻ ഇന്നലെ രാത്രി 9 മണിക്ക് വീടിൻ്റെ സൈഡിലോട്ട് നിന്ന് ഒരു സംഘം കാറിനകത്ത് ആൾക്കാർ വന്നിട്ട്
അവൻ്റെ ചേട്ടൻ +1 എൽമണ്ണ സ്കൂളിൽ പഠിക്കുക. അവൻ്റെ അനിയനാണെന്ന് ചോദിച്ച് കുഞ്ഞിനെ പിടിച്ച് കയറ്റി വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയി. പിന്നെ ലിക്വിഡ് കവളിന് കുത്തിപ്പിടിച്ച് കൊടുത്തതിന് ശേഷം നല്ല ക്രൂരമായി മർദ്ദിച്ച് കുഞ്ഞ് ആവശ്യനിലയിലാണ് വീട്ടിൽ വരും. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതിന് പിന്നാലെയാണ് യുവാക്കൾ സംഘം ചേർന്ന് വീട്ടിലെത്തിയത്. സഹോദരൻ വീട്ടിൽ ഇല്ലായിരുന്നതിനാൽ 12-കാരനെ ഇവർ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. രാത്രി വൈകി വീടിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ അടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടൂർ തെങ്ങമത്തെ പെട്രോൾ പമ്പിന് സമീപമുള്ള കടയിലാണ് യുവാക്കൾ തമ്മിൽ സംഘർഷം ഉണ്ടായത്. സന്തോഷ്, അഭിരാജ് എന്നിവർ റോഡരികിൽ വെച്ച് ഒരു യുവാവുമായി വാക്കുതർക്കം ഉണ്ടായതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീട് ഈ യുവാവിൻ്റെ നേതൃത്വത്തിൽ 11ഓളം പേർ എത്തിയാണ് ആക്രമണം നടത്തിയത്. കടയിലുണ്ടായിരുന്ന സന്തോഷിനെയും അഭിരാജിനെയും ഇവർ മർദ്ദിച്ചു. പിന്നീട് ഇരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. കടയിലെ ജീവനക്കാർക്കും കടയുടമയ്ക്കും മർദ്ദനമേറ്റു. കടയിലെ സാധനങ്ങൾ തല്ലി തകർത്തു. സന്തോഷും അഭിരാജും ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി മൂലമറ്റത്ത് കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിനെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച സംഭവത്തിൽ നിർണായകമായത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വെളിപ്പെടുത്തലാണ്. പ്രതികൾ സാജൻ്റെ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോയിലെ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് അരുംകൊലയുടെ ചുരുളഴിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രതികൾ ഓട്ടോ വിളിക്കുന്നത്. വണ്ടിയിടിച്ച് ചത്ത കാട്ടുപന്നിയുടെ ഇറച്ചിയാണെന്ന് പറഞ്ഞ് മൃതദേഹം പൊതിഞ്ഞ ഓട്ടോയിൽ കയറ്റി. തുടർന്ന് മൂലമറ്റം തേക്കിൻകൂപ്പിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. 8 പേരാണ് കൊലയാളി സംഘത്തിലുണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ രാവിലെയാണ് മൂലമറ്റം തേക്കിൻകൂപ്പിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലികാവ് സ്വദേശി സാജൻ സാമുവലാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്ന മൃതദേഹത്തിൽ നിന്ന് ഇടത് കൈ വെട്ടിയെടുത്തിരുന്നു. ശരീരത്തിൽ നിറയെ മുറിവുകളും ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മൂലമറ്റം സ്വദേശികളായ 7-അംഗ സംഘമെന്നാണ് സൂചന. ഇതിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ 30 രാത്രി 10ഓടെ എരുമാപ്രയിൽ നിന്ന് കേടായ പന്നി മാംസമെന്ന് പറഞ്ഞ് പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം 25 കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കിയത്. സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വിവരം പിതാവിനോട് പറഞ്ഞു. പിതാവ് കാഞ്ഞാർ SI ബൈജു P ബാബുവിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻവൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷിച്ചു വരികയാണ്. നേരത്തെ കൊലക്കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ സാമുവൽ. ന്യൂസ് 18 ഇടുക്കി. ജോലിസ്ഥലത്തും പൊതുവിടത്തും സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത നാട്. എവിടെയും അക്രമികൾ പതിയിരിക്കുന്നു. പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടി യുവതിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വീമ്പിളക്കുന്ന നാട്ടിലാണുണ്ടായത്. കോഴിക്കോട് മുക്കത്ത് കഴിഞ്ഞ രാത്രി 11:30 ആരുമില്ലാത്ത തക്കം നോക്കി സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇതോടെ ഭയന്നു വിറച്ച യുവതി പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്നും ചാടുകയായിരുന്നു. സംഭവത്തിൽ ലോഡ്ജ് ഉടമ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്.
കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയാണ് സംഭവം. അടുത്തിടെ മാമ്പറ്റയിൽ തുടങ്ങിയ ലോഡ്ജിലെ ജീവനക്കാരിക്ക് നേരെയാണ് അതിക്രമം. 3 മാസമായി ഇവർ ലോഡ്ജിൽ ജോലിക്ക് കയറിയിട്ട് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ 3 പേരെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈ സമയം പ്രാണരക്ഷാർത്ഥം ഓടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നുമാണ് യുവതിയുടെ മൊഴി. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ലോഡ്ജ് ഉടമയും 2 ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് മൊഴി. ലോഡ്ജ് ഉടമ മമ്പറ്റ സ്വദേശി ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവർ ഒളിവിലാണ്. മറ്റ് 2 യുവതികൾ കൂടി ലോഡ്ജിൽ ജോലി ചെയ്യുന്നുണ്ട്. സംഭവ ദിവസം ഇവർ അവധിയായിരുന്നു. ആക്രമണത്തിനിരയായ 29-കാരി കണ്ണൂർ സ്വദേശിനിയാണ്. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. ന്യൂസ് 18 കോഴിക്കോട്. വിദേശത്തുള്ള മാതാപിതാക്കളോട് ക്ഷമ ചോദിച്ച് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. പെരുമ്പാവൂരിനടുത്ത് വേങ്ങൂരിലെ കോളേജ് ഹോസ്റ്റലിലാണ് 3ാം വർഷ BBA വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചത്. കോട്ടയം പാറമ്പുഴ സ്വദേശിനി അനീറ്റ ബിനോയ് എന്തിനായിരിക്കാം ജീവനൊടുക്കിയത്? അവളെ അലട്ടിയിരുന്ന പ്രശ്നം എന്തായിരുന്നു? അനീറ്റയുടെ ഇടത് കൈത്തണ്ടയിൽ ചെറിയ മുറിവ് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുമെന്ന് മറ്റാരെയോ ഭയപ്പെടുത്താൻ ശ്രമിച്ചതാണോ അത്? വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുറുപ്പുംപടി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിൽ രാവിലെയാണ് അനീറ്റയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോളേജിലെ 3ാം വർഷ BBA വിദ്യാർത്ഥിനിയാണ് തൊടുപുഴ പാറമ്പുഴ സ്വദേശിനി അനീറ്റ ബിനോയ്. ഹോസ്റ്റൽ മുറിയിലെ ജനലഴിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. ഹോസ്റ്റലിന് സമീപത്തായി ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുന്നതായി കുറിപ്പിൽ പറയുന്നു. കുറുപ്പുംപടി CI കേഴ്സൺ V മാർക്കോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഞായറാഴ്ചയാണ് അനീഷ കോട്ടയത്തെ വീട്ടിൽ നിന്നും ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയത്. മരണവിവരമറിഞ്ഞ് വിദേശത്തുള്ള മാതാപിതാക്കൾ എത്തിയിട്ടുണ്ട്. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അനീറ്റയുടെ ഇടത് കൈത്തണ്ടയിൽ ചെറിയ മുറിവ് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുമെന്ന് മറ്റാരെയോ ഭയപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നാണ് പോലീസ് നിഗമനം. അനീറ്റയുടെ മൊബൈൽ ഫോണും ഡയറിയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു വരികയാണ്. അനീറ്റയുടെ സഹപാഠികളെയും ഹോസ്റ്റൽ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. +2 പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ പ്രണയം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാൻ വരെയും തീരുമാനിക്കുന്നു. എന്നാൽ സൈന്യത്തിൽ ജോലി ലഭിച്ചതോടെ പ്രണയത്തിൽ നിന്നും പിന്മാറ്റം. താൻ പ്രാണനതുല്യം സ്നേഹിച്ച രാഹുലിനെ നഷ്ടമാകുന്നത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി ഗ്രീഷ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കോളേജ് വിദ്യാർത്ഥിനി ഗ്രീഷ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ ബന്ധത്തിൽ നിന്നും പിന്മാറി കബളിപ്പിച്ചതിനാലാണ് ഗ്രീഷ്മ ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇരു വീട്ടുകാരുടെയും അറിവോടെയാണ് കൊല്ലങ്കോട് അടയ്ക്കപ്പാറ സ്വദേശിനി ഗ്രീഷ്മയും കൊല്ലങ്കോട് പൈലൂർമുക്ക് സ്വദേശിയായ രാഹുലും പ്രണയിച്ചിരുന്നത്. കഴിഞ്ഞ 4 വർഷമായി അടുപ്പത്തിലായിരുന്നെങ്കിലും സൈന്യത്തിൽ ജോലി ലഭിച്ചതിന് പിന്നാലെ രാഹുൽ ഗ്രീഷ്മയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. 2 വീട്ടുകാർക്കും സമ്മതമായിരുന്നു.
ഉറപ്പിച്ച് കൊടുക്കുക, കെട്ടിച്ചു കൊടുക്കുക എന്നുള്ള രീതി എല്ലാവരും 2 വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവനെ 1 മാസം മുമ്പ് അവനെ ആർമിയിൽ ജോലി കിട്ടി. അതിനുശേഷം ഉള്ള നമ്പർ ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അതിനു മുമ്പ് ഇവളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കറങ്ങാൻ പോയി. ഇവളുടെ ഫോണിലുള്ള ഫോട്ടോസും അവൻ്റെ വാട്സപ്പ് ചാറ്റിങ് അവൻ്റെ നമ്പർ ഉൾപ്പെടെ എല്ലാം അവൻ ഡിലീറ്റാക്കി. അതിനുശേഷമാണ് നമുക്ക് ഈ ബന്ധം നിർത്താമെന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. ജോലി കിട്ടി പോകുന്നതിന് മുൻപ് രാഹുൽ ഗ്രീഷ്മയെ കാണാനെത്തിയിരുന്നു. ഗ്രീഷ്മയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇരുവരും തമ്മിലുള്ള ചാറ്റുകളും കോൾ ഡീറ്റെയിൽസും ഡിലീറ്റാക്കുകയും ചെയ്തു. ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഗ്രീഷ്മ സമ്മതിക്കാനതോടെ ഇപ്പോൾ തനിക്ക് മറ്റൊരു കുട്ടിയുമായി അടുപ്പമുണ്ടെന്നും ഗ്രീഷ്മയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നെന്നും കുടുംബം പറയുന്നു. ഗ്രീഷ്മ സുഹൃത്തിനയച്ച അവസാനത്തെ വാട്സാപ്പ് മെസ്സേജിലും ഇത് വ്യക്തമാണ്. ഞങ്ങൾ കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചത് മാത്രമുണ്ട്. അവനെ ഈ ഒരു ജോലി കിട്ടിയത് കൊണ്ടാണല്ലോ എന്നെ വിട്ടത്. ഈ ജോലി എന്തായാലും അവനെ സമാധാനത്തോടുകൂടി ഞാൻ എന്തായാലും കൊടുക്കില്ല. ആ ഒരു രീതിയിലൊക്കെയാണ് അവൾ അവസാനം മെസ്സേജ് അയച്ചത്. ജീവനൊടുക്കുന്നതിന് തലേ ദിവസം ഗ്രീഷ്മ ഇതു സംബന്ധിച്ച് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസ് പരാതി സ്വീകരിക്കുകയും ചെയ്തു. ഗ്രീഷ്മ ജീവനൊടുക്കിയതിന് പിന്നാലെ വിഷമം അറിയിച്ച് രാഹുൽ സമൂഹമാധ്യമത്തിൽ സ്റ്റോറി ഇട്ടെങ്കിലും ഗ്രീഷ്മയുടെ കുടുംബം കണ്ടതോടെ ഡിലീറ്റാക്കി. ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരനായ രാഹുൽ രാജ്യം കാക്കുന്ന സൈനികനാവാൻ യോഗ്യനല്ലെന്നും ഗ്രീഷ്മയ്ക്ക് നീതി ഉറപ്പാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഭർത്താക്കന്മാർ വിദേശത്താണെങ്കിൽ യുവതികൾക്ക് നേരെ പൂവാല ശല്യവും അപവാദ പ്രചരണവും നടത്തുന്നത് ചില മനോരോഗികൾക്ക് രസമുള്ള കാര്യമാണ്. എന്നാൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അത് സഹിക്കാനാവില്ല. തിരുവനന്തപുരം വെഞ്ഞാറമൂട് വാട്സാപ്പിൽ അശ്ലീല സന്ദേശം അയക്കുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്തതിൽ മനം നൊന്ത് ഒരു യുവതി മരിച്ച വാർത്തയെക്കുറിച്ച് കേട്ടു. ഭർത്തൃവീട്ടുകാരും സമീപത്തെ 2 യുവാക്കളും യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ പിതാവും ബന്ധുക്കളും രംഗത്തെത്തി. മുക്കുന്നൂർ ജംഗ്ഷനിൽ വിക്രമൻ പ്രഭാ ദമ്പതികളുടെ മകൾ പ്രവീണയെയാണ് രാവിലെ വീടിന് പിന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലാങ്കോണം കൂത്തുപറമ്പിൽ ഗൗരിനന്ദനത്തിൽ താമസിക്കുന്ന യുവതി മുക്കുന്നൂരിൽ സ്വന്തം വീട്ടിലെത്തിയാണ് ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് വിജു വിദേശത്താണ്. ഭർത്താവിന്റെ ബന്ധുക്കളും അടുത്ത വീട്ടിലെ 2 യുവാക്കളും ചേർന്ന് നിരന്തരം മാനസിക പീഡനം നടത്തിയതിനെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് പിതാവ് ആരോപിച്ചു. യുവതിയുടെ ഫോണിൽ അശ്ലീല സന്ദേശം അയക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത യുവാക്കൾക്കെതിരെ കഴിഞ്ഞ മാസം 30-ന് ഇവർ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം പ്രവീണ ഇരുചക്രവാഹനത്തിൽ വരുമ്പോൾ പാലാങ്കോണത്ത് വെച്ച് വാഹനത്തിൽ ഒരു ബൈക്ക് ഇടിക്കുകയും നിർത്താതെ പോവുകയും ചെയ്തതായി പറയുന്നു. റോഡിൽ വീണ യുവതിക്ക് പരിക്കേറ്റിരുന്നു. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലെത്തിയാണ് യുവതി ആത്മഹത്യ ചെയ്തത്. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പിതാവ് വിക്രമൻ ആവശ്യപ്പെട്ടു. ഉന്നത അധികൃതർക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഭാര്യയുടെ ഫോൺ പതിവായി പരിശോധിക്കും. വാട്സാപ്പ് ഫോണുമായി ലിങ്ക് ചെയ്ത് മെസ്സേജുകൾ നിരീക്ഷിക്കും. അവൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന സംശയം. ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ചില ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. മലപ്പുറം മഞ്ചേരി എളങ്കൂരിലെ പ്രബിനും ഇങ്ങനെ സംശയരോഗമുള്ള വ്യക്തിയാണ്. സൗന്ദര്യം പോരെന്നും ജോലിയില്ലെന്നുമുള്ള പരിഹാസം വേറെയും. വിഷ്ണുജ എന്ന യുവതി തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിരുന്നത് കൂട്ടുകാരിയോടായിരുന്നു. വിഷ്ണുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സുഹൃത്തുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതി പ്രബിനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു.
പുറമേക്ക് മാന്യനായിരുന്ന, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന പ്രബിന്റെ മറ്റൊരു മുഖമാണ് വിഷ്ണുജയുടെ മരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണുജയെ പ്രബിൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്നുപോലും പ്രബിൻ നിരീക്ഷിച്ചിരുന്നു, പരിശോധിച്ചിരുന്നു. വിഷ്ണുജയുടെ സുഹൃത്ത് തുറന്നു പറയുന്നു. അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഭർത്തൃപീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പോലീസിന്റെ അന്വേഷണം. പ്രബിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും. ന്യൂസ് 18 മലപ്പുറം. എറണാകുളം ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി മിഹിറിൻ്റെ മരണത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നത്. സ്കൂൾ പ്രിൻസിപ്പാളിനെ അടക്കം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. അതിനിടെ കേസിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മുന്നിൽ മതിയായ രേഖകൾ ഹാജരാക്കാൻ ആരോപണം നേരിടുന്ന സ്കൂളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് പുറമെ മിഹിർ അഹമ്മദ് മുൻപ് പഠിച്ച കാക്കനാട് ജെംസ് ഇന്റർനാഷണൽ സ്കൂൾ അധികൃതരോടും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. മിഹിറിന്റെ മാതാപിതാക്കളും തെളിവെടുപ്പിനായി എറണാകുളത്തെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. സ്കൂളുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ സർക്കാരിന്റെ NOC ആവശ്യപ്പെട്ടെങ്കിലും സ്കൂൾ അധികൃതർക്ക് ഇത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പല ചോദ്യങ്ങളോടും ഇവർ കൃത്യമായല്ല പ്രതികരിച്ചതെന്നും S. ഷാനവാസ് പറഞ്ഞു. ഈ രണ്ട് സ്കൂളുകളോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ മറ്റേതെങ്കിലും വകുപ്പുകളുടെയോ NOCയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതിൽ അവർ എന്തെങ്കിലും NOC ഉള്ളതായിട്ടോ അത് ഹാജരാക്കാമെന്നോ പറയുകയുണ്ടായിട്ടില്ല. അനുവദിച്ച സമയത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ നടപടിയുണ്ടാകും. 3 ദിവസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണവും ശുപാർശ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും ഡയറക്ടർക്ക് കൈമാറും. മിഹിർ മുൻപ് പഠിച്ചിരുന്ന ജെംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളിനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസുമായി ഉണ്ടായ പ്രശ്നമാണ് മിഹിർ സ്കൂൾ വിടാൻ കാരണമായതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് തിരുവനന്തപുരം ധനുവച്ചപുരത്തെ ഒരു വൃദ്ധമാതാവിൻ്റെ ദുരൂഹമരണ കേസാണ്. ധനുവച്ചപുരം സ്വദേശിനി സെലിനാമയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സ്വന്തം മകനാണ് രംഗത്തെത്തിയത്. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സെലിനാമയുടെ മൃതദേഹം കല്ലറയ്ക്ക് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. അമ്മയുടെ 5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്നാണ് മകൻ രാജൻ പരാതി ഉന്നയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. വൈദ്യൻ വിളാകത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആരോഗ്യവകുപ്പ് മുൻ നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമ കഴിഞ്ഞ മാസം 17-നാണ് മരിച്ചത്. 18-ന് സംസ്കാരം നടത്തി. സംസ്കാരത്തിന് മുമ്പ് കുളിപ്പിക്കുമ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെന്നുള്ള മൊഴിയും
കഴുത്തിൽ നിന്ന് മുക്കുവണ്ണം കിട്ടിയതുമാണ് അസ്വാഭാവിക മരണമെന്ന കുടുംബത്തിന്റെ സംശയത്തിന് കാരണമായത്. മകൻ രാജന്റെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയ പാറശാല പോലീസ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് തീരുമാനിച്ചു. RDOയുടെ അനുമതിയോടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു മണിവിള പള്ളിയിലെ പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആചാരപരമായി തന്നെ വീണ്ടും സംസ്കരിച്ചു. കഴിഞ്ഞ മാസം 6-ന് സെലീനാമ വാങ്ങിയ പുതിയ ആഭരണങ്ങൾ കാണാനില്ലെന്ന് മകൻ രാജൻ പറയുന്നു. അപ്പം അമ്മയുടെ കഴുത്തിൽ ഒരു 2 കമ്മലും 2 ഇയർ ചെയിനും ഒരു മാലയുണ്ടായിരുന്നു. ഈ അടക്കത്തിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ഇതുകൊണ്ട് പണയം വയ്ക്കാൻ പോയപ്പോൾ അതിലൊന്നും മുക്കുപണ്ടമായിരുന്നു. അപ്പം ഞാനും വീട്ടിൽ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. അപ്പം ഞാനില്ലാത്തതുകൊണ്ടാവും അമ്മ ഈ മാലയും സാധനങ്ങളെല്ലാം അലമാരിൽ വെച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. അമ്മ ഈ അടുത്ത ദിവസം അതായത് കഴിഞ്ഞ മാസം 6-ാം തീയതി ഈ ജോയ് ആലുക്കാസിൽ നിന്ന് 3 പവൻ്റെ ആഭരണം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കയ്യിൽ കുറച്ച് 2 വളയും മോതിരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴേക്കും പിന്നെയാണ് ബന്ധുക്കൾക്ക് എല്ലാവർക്കും സംശയമായി. ആ സംശയം എനിക്കും ബലപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. അല്ല, അതിനകത്ത് ഒരു മാല ഗോൾഡല്ല എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഇയാൾ സംശയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളത് പറഞ്ഞതുകൊണ്ട് പ്രകടിപ്പിച്ചതുകൊണ്ട് പോലീസ് അങ്ങനെ ചെയ്യുന്നു. ധനുവച്ചപുരം മണിവിള പള്ളിയിൽ ആദ്യമായാണ് കല്ലറയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയും വീണ്ടും സംസ്കരിക്കുകയും ചെയ്യുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇതെന്താണ് സംഭവിക്കുന്നത്? ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും മാനസികമായി തളർന്നു പോകുന്നു. ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. പെരുമ്പാവൂരിലെ കോളേജ് ഹോസ്റ്റലിൽ പെൺകുട്ടി ജീവനൊടുക്കിയതും കൊച്ചിയിലെ സ്കൂളിൽ റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചതുമെല്ലാം നമ്മേറെ വേദനിപ്പിച്ച വാർത്തകളാണ്. ഗാർഹിക പീഡനത്തിൽ മനം നൊന്തുള്ള ആത്മഹത്യാ നിരക്കും വർദ്ധിക്കുന്നു. ചെറിയ പ്രശ്നങ്ങളിൽ പോലും മാനസികമായി പതറുന്ന പുതിയ തലമുറയ്ക്ക് ഒന്നും താങ്ങാനാവില്ല. ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ പല പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചാൽ ആത്മഹത്യാ ചിന്തകളെ മറികടക്കാൻ കഴിയും. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.